ദീപ്തി മേരി വർഗീസിന് കൊച്ചി മേയർ സ്ഥാനം നിഷേധിച്ചതിനെ ചൊല്ലി എറണാകുളം കോൺഗ്രസിൽ പരസ്യ ഗ്രൂപ്പ് പോര്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുമെതിരെ കെസി ഗ്രൂപ്പ് നേതാക്കൾ കൂട്ടത്തോടെ രംഗത്ത് വന്നു. കെപിസിസി മാനദണ്ഡം പാലിച്ചാണ് മേയറെ തീരുമാനിച്ചതെന്നും പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം എന്നത് നേരത്തെയും അവലംബിച്ച മാതൃകയാണെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കൗൺസിലർമാരുടെ അടുത്ത് ഇത്രയും കാലം ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്തില്ലാത്ത ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം അതിതീവ്രമായി തലേ ദിവസം രാത്രി രംഗത്തിറങ്ങി. അത് ഈ പറഞ്ഞ പോലെ അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയായി പോയി എന്നൊരു വിലാപമായി ഞാൻ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞു പോയി, എനിക്ക് പാർലമെന്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശം 100% പാലിക്കപ്പെട്ടിട്ടാണ് മേയറേയും ഡെപ്യൂട്ടി മേയറേയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. എം കെ ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഷുക്കൂർ, അങ്ങനെ മേയറുടെ കാര്യത്തിൽ തീരുമാനമായപ്പോഴും അതൃപ്തി അങ്ങനെ തന്നെ പുകയുകയാണ്. AI ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു വശത്തും കെസി ഗ്രൂപ്പ് മറുവശത്തും പോരാടുന്ന ഒരു കാഴ്ചയാണല്ലോ കാണുന്നത്. അമൃത, കൊച്ചി കോർപ്പറേഷൻ മേയർ VK മിനിമോളെ തീരുമാനിച്ചതിന് പിറകെ വലിയ പ്രതിഷേധമാണ് കെസി വേണുഗോപാൽ ഗ്രൂപ്പ് ജില്ലയിൽ ഉയർത്തിയത്. ജില്ലയിലെ പ്രധാനപ്പെട്ട കെസി ഗ്രൂപ്പ് നേതാക്കളെല്ലാം തന്നെ പരസ്യമായി പ്രതിപക്ഷ നേതാവിനും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുമെതിരെ രംഗത്ത് വരികയായിരുന്നു. അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉയർത്തിയത് അജയ് തറയിലാണ്. അദ്ദേഹം പറഞ്ഞത് ചേട്ടത്തിയെ കാണിച്ച് അനിയത്തിയെ കെട്ടിച്ചു, അതുപോലെ തന്നെ ഇത്രയും തീവ്രമായ ഗ്രൂപ്പ് പ്രവർത്തനം സംസ്ഥാനത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല, ഇത് വലിയ ചതിയായിപ്പോയി, അതുകൊണ്ട് KPCC അന്വേഷിക്കണം, ഇതാണ് അവരുടെ ആവശ്യം. ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസും KPCCക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിലുള്ള അതൃപ്തി മാത്യു കുഴൽനാടനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു MLA തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തത്. VK മിനിമോളും ഷൈനി മാത്യുവുമാണ് ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണ സ്വായത്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് 2.5 വർഷം വീതം പദവി നൽകുന്നത്. ആദ്യ 2.5 വർഷം VK മിനിമോൾക്കും അടുത്ത 2.5 വർഷം ഷൈനി മാത്യുവിനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലൊരു രേഖാമൂലമുള്ള ഒരു കരാറും എറണാകുളം DCC ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഭൂരിപക്ഷം പരിശോധിച്ച് തീരുമാനിക്കുന്നതിനെതിരെയും മാത്യു കുഴൽനാടൻ പ്രതിഷേധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലായ്പ്പോഴും അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം നോക്കി തന്നെ തീരുമാനമെടുക്കണം, ഇത് അങ്ങനെയല്ല തീരുമാനമെടുക്കേണ്ടത് എന്ന ഒരു ധ്വനി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ, അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളുള്ള പ്രതികരണത്തിൽ വളരെ വ്യക്തമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ അത്ര ആവേശം നേതാക്കൾ ഇന്ന് കാണിച്ചില്ല എന്ന് തോന്നുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി മയപ്പെട്ട് വരികയാണ്. രാവിലെ വന്ന പ്രതികരണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് അതിനെ കത്തിക്കുന്ന സമീപനം ഉണ്ടായില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ജില്ലയായ എറണാകുളത്ത് മേയറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടാണ് KPCC നേതൃത്വവും ഒപ്പം KC വേണുഗോപാൽ അടക്കമുള്ള ദേശീയ നേതൃത്വവും സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ, അതായത് VK മിനിമോളെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അവർക്കൊരു തീർപ്പുണ്ടായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു ക്ലെയിമുണ്ട്. KPCC ഭാരവാഹികളാണെങ്കിൽ അവരെ കൂടി പരിഗണിക്കണം എന്നത് KPCCയുടെ മാനദണ്ഡത്തിലുണ്ട്. പക്ഷേ അവരല്ലാത്തവരെ പരിഗണിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ജില്ലയിലെ സാഹചര്യവും ഒപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളും ഒപ്പം തന്നെ കാര്യക്ഷമതയും മറ്റേ പാർലമെന്ററി പാർട്ടിയിലെ പിന്തുണയും നേതാക്കന്മാരുടെ താല്പര്യവും പാർട്ടിക്ക് ഡീൽ ചെയ്യാൻ ഉള്ള സൗകര്യവും ഇതെല്ലാം കണക്കിലെടുത്ത് സ്വാഭാവികമായും ജില്ലയിലെ നേതൃത്വത്തിന് തീരുമാനമെടുക്കാം. ജില്ലാ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. ആ അർത്ഥത്തിൽ തന്നെ ഈ ഒരു VK മിനിമോളെ മേയറായി കൊണ്ടുവന്ന തീരുമാനത്തെ KPCC മാനദണ്ഡങ്ങൾക്ക് വിധേയമാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഇഷ്ടം പോലെ പഴുത് DCC പ്രസിഡന്റിനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ഉണ്ടായിരുന്നു. ആ അവസരമാണ് അവർ വിനിയോഗിച്ചത്. എന്നാൽ മറിച്ച് ദീപ്തി മേരി വർഗീസിനെ പിന്തുണക്കുന്നവർക്ക് മറിച്ച് പറയാനുള്ള അവസരവുമുണ്ട്. കാരണം ദീപ്തി മേരി വർഗീസ് മുതിർന്ന ഒരു നേതാവാണ്, അവർക്ക് വലിയ പാരമ്പര്യമുണ്ട്. ഒപ്പം തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായിരുന്നു അവരെ എന്തുകൊണ്ട് അവഗണിച്ചു എന്നുള്ളത് തീർച്ചയായും അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു.